ഉദരത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. പുറകെട്ടുപോയ ഉപ്പായ എന്നെ പുറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവെന്നെ നയിക്കും പോലെൻ ജീവിത പാതയിൽ തുടരാൻ. ആത്മാവെന്നെ നയിക്കും പോലെൻ ജീവിത പാതയിൽ തുടരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ഒരു 8 വർഷം മുമ്പ് കോട്ടയത്ത് തന്നെ ഒരു ഇടത്തിൽ വരുമ്പോൾ ഇങ്ങനെ അന്ന് എടുത്ത പ്രഭാഷണ വിഷയം ഇത് തന്നെയായിരുന്നു. തൻ്റെ ക്ഷതങ്ങളാൽ അവൻ ഭൂമിയെ സൗഖ്യപ്പെടുത്തി. തിരിച്ചു വരുമ്പോൾ ഒരു ചേച്ചിയുടെ ഫോൺ കോളുണ്ട്. ഇന്നലെ നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് വളരെ ബോധ്യപ്പെട്ടൊരു കാര്യമാണ്, കൺവിൻസിങ് ആണ്. എന്താ ചേച്ചി നിങ്ങൾ അലട്ടുന്നത്? ഭർത്താവിന് ഞാനില്ലാതെ വേറൊരു അടുപ്പം കൂടി ഉണ്ട്. അയാൾ അവൾക്ക് വേണ്ടി ഒരു വീട് പോലും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ അധികം സമയം അവളോടൊപ്പം ചിലവഴിച്ചിട്ട് അയാൾ എൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അത് മറച്ചു പിടിക്കാനായിരിക്കണം അയാൾ എന്നോടിങ്ങനെ അമിത താല്പര്യവും പരിഗണനയും കാട്ടുന്നു. അയാൾ എന്നെ ചുംബിക്കാനായുമ്പോൾ ഞാനിങ്ങനെ കണ്ണിങ്ങനെ മുറുക്കെ പൂട്ടി എന്നോട് തന്നെ പറയും, സ്നേഹിത, ഒരു ചുംബനം കൊണ്ട് ഇയാളെന്തിനാണ് ഒറ്റുകൊടുക്കണത്? എത്ര ആവർത്തി നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്ത ഭാഗമാണിത്. ഊട്ടുമേശയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയ ഒരാൾ, അയാളെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന പുറത്തിരുട്ടായിരുന്നു. അയാൾ പിന്നീട് വരുന്നത് പന്തങ്ങളുടെ ഇങ്ങനെ പശ്ചാത്തലത്തിലാണ്. എന്നിട്ട് ഗുരുവിനെ ചുംബിച്ചപ്പോൾ ഗുരു പറഞ്ഞ ആ വാക്ക്, സ്നേഹിത, ഒരു ചുംബനം കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഒറ്റുകൊടുക്കുന്നത്? നിങ്ങളിൽ ആരെങ്കിലും വിചാരിച്ച ഇതേ പട്ടണത്തിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് ആ വാക്കിൻ്റെ സാന്ത്വനത്തിൽ പിടിച്ചുകൊണ്ടാണ്, ആ വാക്കിൻ്റെ വൈക്കോത്തുരുമ്പി പിടിച്ചുകൊണ്ടാണ് അവർ സർവൈവ് ചെയ്യണത്. തൻ്റെ ക്ഷതങ്ങളാൽ അവൻ ഇപ്പോഴും ഭൂമിയെ സൗഖ്യപ്പെടുത്തുന്നു. അതാണ് 5-ാം പാഠം. എൻ്റെ സങ്കടങ്ങളുടെ ആഴം അവൻ്റെ സങ്കടങ്ങളിൽ വായിച്ചെടുക്കുക. നമുക്കൊരു ചെറിയൊരു മാസികയുണ്ട്, അങ്ങനെ അധികം പേരൊന്നും കണ്ടിട്ടില്ലാതിരിക്കാൻ സാധ്യതയുള്ളൊരു മാസികയാണ്. മനുഷ്യസ്നേഹി എന്നാണ് എൻ്റെ പേര്. അതിനിങ്ങനെ അത് എഴുതുന്നൊരു വ്യക്തി, ഇപ്പോൾ ഒരു 10-70 വയസ്സ് അടുക്കുന്നുണ്ട്. അവർക്ക് വലിയൊരു വിഷമമുണ്ട്. അവരിങ്ങനെ കല്യാണം കഴിച്ചതൊക്കെ വളരെ ചെറിയ പ്രായത്തിലാണ്. 18 വയസ്സിന് മുമ്പ് കുട്ടിയുണ്ടായി. കുട്ടിക്ക് ജന്മം കൊടുത്തതിന് ശേഷം ഇവർക്ക് വല്ലാത്ത വിഷാദം ഉണ്ടായി. കുഞ്ഞിനെ മലവൂട്ടാൻ പറ്റുന്നില്ല, അടുപ്പിൽ എന്തെങ്കിലും കരിയുമ്പോൾ അണക്കാൻ പറ്റുന്നില്ല, സ്റ്റവ് അണക്കാൻ പറ്റുന്നില്ല. 40 വർഷം മുമ്പുള്ള കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ
കാര്യമായ മനഃശാസ്ത്രമൊന്നും വികാസം പ്രാപിച്ചിട്ടില്ല. കുറേ മന്ത്രവാദങ്ങൾക്ക് കൊണ്ടുപോകുന്നു, പിന്നെ ഇങ്ങനെ ക്രൂഡായ ചികിത്സാ രീതികളിലേക്ക് കൊണ്ടുപോകുന്നു. എന്തോ ആവട്ടെ, സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും തമ്പുരാൻ്റെ പൊൻകരം കൊണ്ട് അവർ പുറത്ത് കടന്നു. എന്നാലും പ്രശ്നമുണ്ട്. കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചർച്ച നടക്കുമ്പോൾ ഇവർക്ക് എപ്പോഴും വേറൊരു ആംഗിൾ ഒരു കാര്യം പറയാനുണ്ടാവും. ഇപ്പോൾ ബന്ധുക്കൾ തമ്മിൽ പരസ്പരം നോക്കും. ആ നോട്ടത്തിൻ്റെ അർത്ഥം ശ്രദ്ധിക്കേണ്ട പഴയ ചിത്തരോഗിയാ, പൈത്യക്കാരിയാ. അവർക്കത് കാണുമ്പോൾ ഇങ്ങനെ ചങ്കിലിങ്ങനെ വേദന വരും, പെരുവിലോട്ടിങ്ങനെ സങ്കടം വരച്ചു വരും. ഒരു സ്ത്രീ വീട്ടുകാര്യങ്ങൾ ഇത്തിരി താല്പര്യക്കുറവ് കാണിക്കുമ്പോൾ വിളിക്കേണ്ട വാക്കാണോ ഭ്രാന്ത്? അതിന് കിട്ടേണ്ട ചികിത്സയായിരുന്നു തനിക്ക് കിട്ടിയത്. എന്തോ ആവട്ടെ, അവർക്കും കിട്ടി സൗഖ്യം. അവരിങ്ങനെ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അതിനു മുമ്പ് ഒരിക്കലും ശ്രദ്ധിക്കാത്തൊരു വരി മാർക്കിൻ്റെ സുവിശേഷത്തിൽ വായിച്ചെടുത്തു. അതിങ്ങനെയായിരുന്നു: അവൻ്റെ സഹോദരന്മാർ അവന് ഭ്രാന്തെന്ന് കരുതി അവനെ പിടിക്കാൻ പുറപ്പെട്ടു. ഈശോയെ, നിന്നെ കണക്കൊരാളെപ്പോലും നിന്റെ കൂടപ്പിറപ്പോടെ വിളിച്ച വാക്ക് പൈത്യക്കാരൻ യേശു എന്നാണ്. മറിയാക്കൊരു മകനുണ്ട്, പണിക്കൊന്നും പോകത്തില്ല, മുഴുവൻ സമയം ഇങ്ങനെ കട്ടമരത്തിലിരുന്ന് ഓരോരോ കാര്യങ്ങൾ മുക്കോരോട് പറയുന്ന കേൾക്കാം. പിന്നെ എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ കിടന്ന് ആകാശം നോക്കിയിട്ട് അപ്പാ അപ്പാ നിലവിളിക്കുന്ന കേൾക്കാം. ഭ്രാന്താണ്. വയസ്സാം കാലത്ത് ആ തള്ളയ്ക്ക് എന്തെങ്കിലും അനത്തി കൊടുക്കേണ്ട മോനാണ്. അവൻ നേരെയായ അവർക്കും കൊള്ളാം. അങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ പിടിക്കാനായിട്ട് പുറപ്പെട്ടു. അവര് വർഷങ്ങളായിട്ട് കരഞ്ഞിട്ടില്ല. കരഞ്ഞതൊക്കെ ഉള്ളിലോട്ടായിരുന്നു. ഇപ്പം ഡാമിൻ്റെയൊക്കെ ആ ഷട്ടർ പൊങ്ങുന്ന കണക്ക് ഒരു കരച്ചിൽ തുടങ്ങി. അവരുടെ ഭാഷയിൽ വായിച്ചുകൊണ്ടിരുന്ന POC ബൈബിൾ കുതിർന്നു പോയി. അതിനുശേഷം അവർക്ക് സൗഖ്യമുണ്ടായി. ഇതാണ് ഗിരിപ്രഭാഷണത്തിൽ യേശു പറയുന്നതിൻ്റെ പൊരുള്: വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സമാശ്വാസമുണ്ടാവും. അതിൻ്റെ പൂർത്തീകരണമാണ് ഈ കുരിശ്. ഇതിനു മുമ്പാകെ വിലപിച്ച മനുഷ്യർ, തങ്ങളുടെ സങ്കടങ്ങൾ യേശുവിൻ്റെ സങ്കടങ്ങളോട് ചേർത്ത് വായിച്ച മനുഷ്യർക്കൊക്കെ എന്തോ ഒരു സമാശ്വാസം കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് എന്നെ പിടുത്തം കിട്ടുന്നു. ആ ധൈര്യത്തിലാണ് മിക്കവാറും പേര് അവരുടെ ഈ കഷ്ടകാണ്ഡങ്ങളൊക്കെ ഇപ്പോഴും ജീവിച്ചു തീർക്കണം. അതതിൻ്റെ ഒരു 5ാമത്തെ വിചാരം: എൻ്റെ സങ്കടത്തെ അവൻ്റെ സങ്കടത്തോട് ചേർത്ത് വായിക്കുക. സങ്കടങ്ങളുടെ മഹാപ്രഭുവിന് എൻ്റെ ദുഃഖത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് ധാരണയുണ്ട്. പിന്നെ ഒരു ചെറിയ വിചാരം കൂടിയുണ്ട്. അതിങ്ങനെയാണ്: അവനവൻ്റെ ഓർമ്മകളെ ഒന്ന് പാറ്റിയെടുക്കുന്നതല്ലാണ്, ഒന്ന് ഫിൽട്ടർ ചെയ്യുന്നതല്ലാണ്, അരിച്ചെടുക്കുന്നതല്ലാണ്. ആണ് 6ാമത്തെ: ഫിൽട്ടർ യുവർ മെമ്മറീസ്. നമ്മൾ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഞങ്ങളുടെ ഓർമ്മകളെ ഒന്ന് അരിച്ചെടുക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ ഓർമ്മകളും നമ്മളിങ്ങനെ കൂടെ കൊണ്ടു നടക്കേണ്ട ബാധ്യതയില്ല. ക്ലേശകരമായ ഇങ്ങനെ വേദനാഭരിതമായ ഓർമ്മകൾ കൂടെ കൊണ്ടു നടക്കേണ്ട ബാധ്യതയുണ്ടോ? ഏറ്റവും നല്ലൊരു ഉദാഹരണം പഴയ നിയമത്തിന് തന്നെയാണ്. പഴയ നിയമത്തിലെ ജോസഫാണ് സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഉദാഹരണം. അയാളെ ഏറ്റവും വിഷമിപ്പിച്ചത് അയാളുടെ സഹോദരന്മാർ തന്നെയാണ്. എന്നിട്ടോ അയാൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൗഖ്യപ്പെട്ട മനുഷ്യനായിരുന്നു. അയാൾക്കൊരു കുഞ്ഞ് പിറന്നപ്പോൾ അയാൾ കുഞ്ഞിന് പേരിട്ടത് നമ്മുടെ മെഡിറ്റേഷന് വിഷയമാക്കിയാൽ നല്ലതാണ്: മനാസെ. വേദപുസ്തകത്തിൽ ഒരാൾക്ക് പേരിടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അയാളുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡെസിഗ്നേഷൻ അല്ല, ഡെഫിനിഷൻ്റെ പേരാണ് പേര് പുതിയ നിയമത്തിൽ. എന്താണ് ആ മനാസെ എന്ന് പറഞ്ഞ പേരിൻ്റെ അർത്ഥം? നീ മറക്കണം. യു ഷുഡ് ഫർഗെറ്റ്. യു ഷുഡ് ഫർഗെറ്റ്. എന്താ സൂചന? അപ്പയ്ക്ക് കുറച്ച് വിഷമമൊക്കെ തട്ടിയിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ വല്യപ്പച്ചന്മാരായിട്ടൊക്കെ തന്നെയാണ് തന്നത്. ഏതൊരു നാട്ടിലും ഇങ്ങനെ കുതിരിപ്പുണ്ടാക്കുന്ന മനുഷ്യർ വളർന്നു വരുമ്പോൾ ആ പഴയ കഥകളുമൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരും. അപ്പം ചെറിയ ഹൃദയത്തിനകത്തേക്ക് ഒത്തിരി ദുഃഖവും വേദനയും വരും. വേണ്ട, അപ്പം അത് പണ്ടേ മറന്നു. മക്കളെ, നിങ്ങളും അത് മറക്കണമെന്ന അർത്ഥത്തിൽ അയാൾ കുഞ്ഞിന് മനാസെ എന്ന് പേരിട്ടു. ഇതൊരു പ്രാർത്ഥനയാക്കിയാൽ നല്ലതാണ്. മനാസെ. എല്ലാ ഓർമ്മകളും ഒരാളിങ്ങനെ കൂടെ കൊണ്ടു നടക്കേണ്ട ബാധ്യതയില്ല. എനിക്കോ അവർക്കോ
ഗുണകരമല്ലാത്ത ഓർമ്മകളിൽ നിന്ന് പുറത്തു കടക്കുവാൻ ഞങ്ങൾ ഇരുവരെയും നീ സഹായിക്കണമേ. എനിക്കോ അവർക്കോ ഗുണകരമല്ലാത്ത ഓർമ്മകളിൽ നിന്ന് പുറത്തു കടക്കുവാൻ ഞങ്ങൾ ഇരുവരെയും നീ സഹായിക്കണമേ. 2 ചങ്ങാതിമാർ കൂടി ഇങ്ങനെ യാത്ര പോവുകയാണ്. പോകുന്ന വഴിക്ക് എവിടെയോ വെച്ച് ഈ ചങ്ങാതി മറ്റേ ചങ്ങാതിയെ ആക്രമിച്ചു, അടിച്ചു, എന്തോ കാരണം കൊണ്ട്. അപ്പോൾ ഈ അടികൊണ്ട ചങ്ങാതി, അതൊരു മണൽ പ്രദേശമായിരുന്നു, അവിടെ ഇങ്ങനെ എഴുതി വെച്ചു, ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ അടിച്ചു. പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ പുഴയാണ്, വഴുതന പാറയാണ്, ചവിട്ടി തെന്നിപ്പോയി. അപ്പോൾ ഇതേ ചങ്ങാതി പതച്ച് അയാൾ രക്ഷിച്ചു. അപ്പോൾ അയാൾ തൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് ഒരു ഉളിയെടുത്തിട്ട് അടുത്തുള്ള പാറയിൽ കൊത്തിവെച്ചു, ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതിനെ രക്ഷിച്ചു. അപ്പോൾ ചങ്ങാതി പറഞ്ഞു, എടാ ഞാൻ നിന്നെ അടിച്ചപ്പോൾ നീ മണലിലെഴുതി, രക്ഷിച്ചപ്പോൾ നീ പാറയിലെഴുതി, എന്താ ഇതിൻ്റെ അർത്ഥം? അപ്പം പറഞ്ഞു, ചങ്ങാതി കിട്ടിയ അടിയുടെ ഓർമ്മയൊക്കെ മണലെഴുതി വെച്ചാൽ മതി. ഒരു കാറ്റ് വരുമ്പോൾ മാഞ്ഞു പോകണം. ലഭിച്ച അനുഗ്രഹങ്ങളുടെ ഓർമ്മ പാറയിൽ കൊത്തിവെക്കണം. ഒരു കാറ്റിനും മഴയ്ക്കും പുഴയ്ക്കും ഒന്നും കവർന്നെടുക്കാനാവാത്ത വിധത്തിൽ, കാലത്തിനെടുക്കാനാവാത്ത വിധത്തിൽ. അപ്പം അതാണ് മനാസെ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. വല്ലപ്പോഴുമൊക്കെ കുരിശെന്ന് പറയുന്ന ബോധിവിഷച്ചോട്ടിലിരുന്നു കൊണ്ട് അവനവനോട് തന്നെ ആ മന്ത്രം ഉരുവിടണം. മനാസെ, കുരിശ് ബോധിവിഷമാണ്. ആ വാക്ക് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ഒരു പക്ഷേ യേശുവിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനിലാണ്, ബുദ്ധ. അയാളുടെ സഹനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് പ്രകാശം കൊടുത്ത വിഷത്തിൻ്റെ പേരാണ് ബോധിവിഷം. എന്താണ് ബുദ്ധയിൽ പരാമർശിക്കപ്പെടുന്ന ബോധിവിഷവും കുരിശെന്ന് പറയുന്ന ഈ ബോധിവിഷവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട്. ബുദ്ധയുടെ ബോധിവിഷം എന്തിനു സഹിക്കുന്നുള്ളതിൻ്റെ അന്വേഷണമാണ്. പക്ഷെ എന്തിനു സഹിക്കുന്നുള്ളതിന് കൃത്യമായ ഉത്തരം കിട്ടുന്നുണ്ടോ? ചെറിയ കുഞ്ഞുങ്ങൾ മാരകരോഗവുമായിട്ട് പിറക്കുന്നു. വേളാങ്കണ്ണിക്ക് തീർത്ഥാടനത്തിന് പോയ കുടുംബം നാഗൂറിൽ വെച്ച് അപകടപ്പെടുന്നു. ഒരു ചെറിയ ഗ്രാമം ഉച്ചയുറക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തിര വന്നിട്ട് അതിനെ എടുത്തുകൊണ്ട് പോകുന്നു, സുനാമി. രമണ മഹർഷി, ശ്രീരാമകൃഷ്ണ പരമഹംസൻ തുടങ്ങിയ വലിയ ഗുരുക്കന്മാരുടെ തൊണ്ടയ്ക്ക് അർബുദം പിടിപെടുന്നു. എന്തെങ്കിലും വിശദീകരണമുണ്ട് ഈ നല്ലവർക്ക് സംഭവിക്കുന്ന വ്യഥകളെക്കുറിച്ച്? പഴയ നിയമത്തിൽ ഈ ചോദ്യം ചോദിക്കുന്ന ജോബാണ്. എന്തിനാണ് നല്ലവർ സഹിക്കേണ്ടതായിട്ട് വരിക? കുറേ അധ്യായം ദൈവം മിണ്ടണില്ല. ഒടുവിൽ മിണ്ടി തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് മിണ്ടിയത്. ജോബേ, നിനക്ക് കഴുകം പറക്കുന്ന ദൂരം അറിയാവോ? ഇല്ല. കാട്ടാടെങ്ങനെയെ പറ്റി വരികയെന്നറിയാവോ? ഇല്ല. മഞ്ഞുരുകുന്ന എങ്ങനെയാണെന്നറിയാവോ? ഇല്ല. കട്ടപ്പനക്കുള്ള ലാസ്റ്റ് ബസ് എപ്പോഴാണെന്നറിയാവോ? സീതാ ടാക്കിസിൽ ഇപ്പൊ കളിക്കുന്ന പടവാന്നറിയാവോ? ചോദിച്ചിട്ടില്ല, വേണേ ചേർക്കാവുന്നേ ഉള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? കളിപ്പീരാണല്ലേ, കളിപ്പീരാണല്ലേ. ആ കളിപ്പീരാണ്. ഈ ചെറിയ ചെറിയ ചോദ്യങ്ങൾക്ക് പോലും കയ്യിൽ ഉത്തരവില്ലല്ല. പിന്നെ ഭാരപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ച് എന്തിനാണ് ആ ചെറിയ പ്രാണനെ ഇത്രയും തകർക്കണം? എന്തിനാണ് ആ ചെറിയ തല ഇങ്ങനെ പീസാക്കണം? ഇങ്ങനെയാണ് ആ സംഭാഷണം അവസാനിക്കുന്നത്. ജോബ് പറഞ്ഞു, ഒരിക്കൽ ഞാൻ മുണ്ടി, ഇനി ഞാൻ മുണ്ടത്തില്ല കേട്ട. ഐ വിൽ നോട്ട് സ്പീക്ക്, ഐ വിൽ നോട്ട് സ്പീക്ക്. ഒരു കഠിനാഘാതമൊക്കെ സംഭവിച്ചു കഴിഞ്ഞെന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? പരമാവധി ഒന്ന് തർക്കിക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം പള്ളിയിൽ പോകത്തില്ലെന്ന് തീരുമാനിക്കാം. പക്ഷെ പൂച്ചക്കുഞ്ഞിനെ വലിച്ചെറിയുന്ന കണക്കാണ് സ്നേഹം. എത്ര വലിച്ചെറിഞ്ഞാലും കുറേ കഴിയുമ്പോൾ ഒരുമിക്കിടക്കാനായിട്ട് ഭൂമിയിൽ വേറൊരു കാൽപാദവും ഇല്ല. അത് പിന്നെയും ചുരുണ്ടുകൂടി വരുന്നു. എന്തിനാ നല്ലവർ സഹിക്കേണ്ടതായിട്ട് വരിക? അറിയില്ല. അപ്പോൾ വേദപുസ്തകം ഉത്തരം തരാതെ തെന്നിമാറുന്ന ചോദ്യമാണിത്. എന്തുകൊണ്ടാണ്? പുതിയ നിയമത്തിൽ ആ ചോദ്യം ചോദിക്കുന്നത് മകൻ തന്നെയാണ്. ഏൽ ലാമ ശബക്താനി, എന്തിനെന്നെ കൈവിട്ടു, എന്തിനെന്നെ കൈവിട്ടു? ഒരു ഉത്തരവും കിട്ടുന്നില്ല. ജോബിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു തമാശയെങ്കിലും പറഞ്ഞിട്ടുണ്ട്, മകനോട് അതുപോലും ചെയ്തിട്ടില്ല. മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് മകനോടാണ് ചില നീതിമാന്മാരായ അപ്പന്മാർ പരുക്കന്മാരാവുന്നത്.
അപ്പം മാഷായിരുന്നുകൊണ്ട് നന്നായിട്ട് അറിയാം. അപ്പൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കുസൃതി കാണിക്കുമ്പോൾ അപ്പൻ അവൻ്റെ ചെവിക്ക് എന്നിട്ട് പതുക്കെ ഒന്ന് കിഴുക്കും. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്കും ഒരു കിഴുക്ക് തരും, വെറുതെ ഈ നല്ല മനുഷ്യനെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഈ മറ്റുള്ളവർ കാണിച്ച ആനുകൂല്യം പോലും മകനോട് കാണിച്ചില്ല. എന്നിട്ടും ആ വല്ലാത്ത നിശബ്ദതയ്ക്ക് ശേഷം മകൻ പറഞ്ഞതും ഇയ്യോബ് പറഞ്ഞു ഒന്ന് തന്നെയാണ്, നിന്റെ കരങ്ങൾ എൻ്റെ പ്രാണന് ഞാൻ അർപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നൊരു പിടുത്തമില്ല. പക്ഷെ എല്ലാം അറിയുന്ന നിന്റെ കരങ്ങളില. ഓർത്തുകൊള്ളണം, നമ്മുടെ ഭാവി നമ്മുടെ കരങ്ങളിലല്ല, അവൻ്റെ കരങ്ങളിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ കയ്യിലല്ല എൻ്റെ ഭാവി, അവൻ്റെ കരങ്ങളിലാണ്. ആ കരങ്ങളിൽ ഞാൻ എന്നെ തന്നെ അർപ്പിക്കുന്നു. അപ്പം പറഞ്ഞു വന്ന ഇതാണ്, കുരിശ് എന്തിനു സഹിക്കുന്നുള്ള ഉത്തരം തരുന്ന വൃക്ഷമല്ല, പിന്നെയോ എങ്ങനെ സഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന വൃക്ഷമാണ്. അവിടെ കാര്യങ്ങൾ പറഞ്ഞു ചുരുക്കാം. ക്രോസ് ഡസ് നോട്ട് സേ ദ വൈ ഓഫ് സഫറിങ് ബട്ട് ഹൗ ടു സഫർ. എങ്ങനെ സഹിക്കണം? കുലീനമായിട്ട് സഹിക്കണം. കുലീനമായ സഹനം എന്ന് പറയുന്നത് ഇവിടം വരെ സ്നേഹത്തിലുള്ള സഹനമാണ്. ഇവിടം വരെ ബ്രിംഫിൽ. ദൈവത്തോട് പരിഭവമില്ല, മനുഷ്യരോട് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടില്ല, അവനവനോട് തന്നെ ഇങ്ങനെ ഒരു മോശം ഫീലിംഗ്, സെൽഫ് ഡിജക്ഷൻ ഇല്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സഹനത്തിൻ്റെ പേരാണ് കുലീനമായ സഹനം, ബ്രിംഫിൽ. അതാണ് പാഠം. ഇങ്ങനെ കുലീനമായിട്ട് സഹിക്കാനായിട്ട് എന്നെ ഇപ്പോഴും പ്രേരിപ്പിക്കുന്ന വൃക്ഷത്തിൻ്റെ പേരാണ് കുരിശ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സാന്ത്വന സുവിശേഷം മാത്രമാണ്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ നൂറുകണക്കിന് ആൾക്കാർ കേൾക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഈ കുറേ കൂടി മൈലേജുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണത്? ഇപ്പോൾ എനിക്ക് യേശുവിനെയും പിടുത്തം കിട്ടുന്നുണ്ട്. വ്യത്യാസമുണ്ട്. നിങ്ങളുടെ കുഞ്ഞിനെ പിടുത്തം കിട്ടുമെന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. നിങ്ങളുടെ പ്രായത്തിൻ്റെ ഒരു വിവേകം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു എക്സ്പോഷർ കൊണ്ടും അനുഭവം കൊണ്ടും ഒക്കെ കുഞ്ഞിനെ പിടുത്തം കിട്ടുക എന്നുള്ളത് ഏറ്റവും സരളമായ കാര്യമാണ്. എന്നാൽ കുഞ്ഞിന് നിങ്ങളെ പിടുത്തം കിട്ടുക എന്ന് പറയുന്നൊരു സംഭവത്തിനകത്ത് വല്ലാത്തൊരു വലിപ്പമുണ്ട്. അതിന് പറ്റുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് വേണ്ടി അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് യേശുവിനെയും പിടുത്തം കിട്ടുന്നുണ്ട്. അത്രയും അയാളെ സ്നേഹിക്കുന്നതുകൊണ്ട് അയാളിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അയാളുടെ സങ്കടങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് പിടുത്തം കിട്ടിയ മനുഷ്യര്. ചെറുപ്പത്തിൽ നമുക്ക് പുണ്യാന്മാരോടൊന്നൊരു മമതയില്ലായിരുന്നു. അൽഫോൻസാമ്മയൊക്കെ എടുക്കുക. എന്തൊക്കെയാണ് ആശാട്ടിയുടെ ജീവിതകഥയെ നമ്മൾ വായിക്കുന്നത്? എന്തെങ്കിലും ഒരു സങ്കടം ആ ഭരണങ്ങാനം വശത്ത് എവിടം കൂടിയെങ്കിലും പോവുകയാണെങ്കിൽ പ്രാർത്ഥിക്കും, ഞാൻ ഓട്ടോ പിടിച്ച് മഠത്തിലേക്ക് വന്നേക്കണമേ, ഞാൻ അവിടെ ഒറ്റക്കൊണ്ട് എനിക്ക് സഹിക്കാൻ ഇഷ്ടമാണ്. നമ്മളാവട്ടെ നമ്മുടെ സങ്കടങ്ങളെ പ്രാർത്ഥന ചൊല്ലിയും സുഹൃതജപം അർപ്പിച്ചും കൊന്ത ചൊല്ലിയും എഴുതിരിക തെളിച്ചുമൊക്കെ ഒന്ന് ബൈപ്പാസ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ആശാട്ടി പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങോട്ട് വന്നേക്കണം എന്നാണ് പറയണം. നമുക്ക് എങ്ങനെ ഇവരോടൊക്കെ മതിപ്പ് തോന്നുക? പക്ഷെ ഇപ്പം ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് ധാരണ കിട്ടുമ്പോൾ പിടുത്തം കിട്ടുന്നുണ്ട്. അവരത്രയും അയാളെ സ്നേഹിച്ചത് കൊണ്ട് അവർ വിചാരിച്ചു അയാളിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും നല്ല വഴി അയാളുടെ സങ്കടങ്ങളിലേക്ക് പ്രവേശിക്കുക. ഈ സങ്കടങ്ങൾ അയാളിലേക്കുള്ള ജാലകമായിട്ട് മാറി. ഒരു പഴയ ഉദാഹരണം പറയുകയാണെങ്കിൽ, അലഞ്ഞു നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കണക്കാണ്. രാത്രി ഇങ്ങനെ ഞെട്ടി എണീക്കുമ്പോൾ കുത്തിപ്പേണ മഴയുടെ സ്വരമാണ്. പിന്നെ അവൾക്ക് ഉറക്കം കിട്ടത്തില്ല. അവനിപ്പോൾ എവിടെയായിരിക്കും? ഏതെങ്കിലുമൊക്കെ ഒരു വെയിറ്റിംഗ് ഷെഡിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ തണുത്ത ബെഞ്ചിലൊക്കെ ഇരിപ്പുണ്ടാകും കൂനി പിടിച്ച്. അവിടെയൊക്കെ നോക്കി നടക്കുന്ന ആ ഒരു റെയിൽവേയുടെ ആൾ വന്നിട്ട് ചോദിക്കും, എങ്ങോട്ട് പോകാനാണ്? എങ്ങോട്ടും പോകാനല്ല സാറേ, ഈ മഴയൊന്ന് കഴിയാൻ വേണ്ടിയാണ്. വായിക്കാനൊക്കെ അറിയാവോ? കുറച്ച് എന്നാ വായിച്ചേ. യാത്രക്കാർ വിശ്രമിക്കുന്ന ഇടം. യാത്രക്കാർ വിശ്രമിക്കുന്ന ഇടം. ഇങ്ങ് പോകാനൊന്നുമില്ല, പോവോ. എന്നിട്ട് സ്മൂത്തായിട്ട് ഈ മഴയിലേക്ക് ഇറക്കി വിടും. പിന്നെ അവൾക്ക് ഉറക്കം കിട്ടുക. പിന്നെ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാവുന്നൊരു കുഞ്ഞു കാര്യമുണ്ട്, ഇങ്ങനെ ജാലകം തുറക്കുക. എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ
പാളികളിലൂടെയോ അഴികളിലൂടെയോ പുറത്തേക്ക് കൈനീട്ടുക. എന്നിട്ടിങ്ങനെ പ്രാർത്ഥിക്കുക: അവൻ കൊള്ളുന്ന മഴയെ, അവനെ തണുപ്പിക്കുന്ന കാറ്റ് എന്നെയും തൊടാതെ പോകരുതേ. അവൻ കൊള്ളുന്ന മഴയെ, അവനെ തണുപ്പിക്കുന്ന കാറ്റ് എന്നെയും തൊടാതെ പോകരുതേ. അടച്ചിട്ട മുറിയുടെ സുരക്ഷിതത്തിൽ നിന്ന് പുറത്തുള്ള മഴയിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടി എത്ര മഴ കൊള്ളാനാണ്, എത്ര കാറ്റിൽ തണുക്കാനാണ്? അത്രയെങ്കിലും. ഇതിന് വിളിക്കുന്ന വാക്കാണ്, ഇങ്ങനെ വേണമെങ്കിൽ പൈത്യം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പൈത്യത്തിന് തന്നെ വകഭേദം എന്ന് കരുതാവുന്ന കാതൽ, പ്രേമം. അത്രയും അയാളുമായിട്ട് പ്രണയത്തിലായ ചില മനുഷ്യർ വിചാരിക്കുന്നു, നല്ലത്, ഇപ്പം എനിക്ക് എൻ്റെ മണവാളിനെയും പിടുത്തം കിട്ടുന്നുണ്ട്. കണ്ട വിചിന്തനങ്ങളെ ഒന്ന് വേഗത്തിൽ ഒന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: സൗഖ്യം നമ്മുടെ അവകാശമാണ്. നമ്മൾ സൗഖ്യത്തിലായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ചോയ്സിൻ്റെ ഭാഗമല്ല, നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. കാരണം എല്ലാവർക്കും അവരൊരു പാർക്കുന്നിടത്തോടും അവനോടുമൊക്കെ തന്നെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് കുരിശുമായി ബന്ധപ്പെട്ട് കുരിശിനെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന മനുഷ്യർ ഇങ്ങനെ സൗഖ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഈ ഒരു കൺവെൻഷനിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളം പ്രാർത്ഥിക്കേണ്ടത് അതിനു വേണ്ടിയാണ്. ആ സൗഖ്യത്തിലേക്കുള്ള കുറച്ച് ലളിതമായ വിചാരങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒന്ന്, ഈ പരിഹാരമില്ലാത്ത ചില കാര്യങ്ങളെ സ്വീകരിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുക. ഞാനീ പറഞ്ഞ 6 കാര്യങ്ങൾക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ അത് തന്നെ ഗണിക്കുന്നത്: ഈറ്റ് വാട്ട് ഈസ് സെറ്റ്, വിളമ്പിയത് ഭക്ഷിക്കുക, ലൂക്കാ 10:8. ചിലപ്പോൾ അത്രയും സ്വീകാര്യമായിട്ട് ചിലപ്പോൾ അനുഭവപ്പെട്ടെന്ന് തോന്നത്തില്ല ഇപ്പം, പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പിടുത്തം കിട്ടും. ഇത് തന്നെയാണ് പ്രധാനം. കാരണം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നിരക്കാത്ത വിഭവങ്ങൾ നിങ്ങളുടെ മേശയിൽ ആരോ വിളമ്പി വെക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ നമുക്കിഷ്ടമില്ലാത്തതിനൊക്കെ നമുക്കിങ്ങനെ തട്ടിമാറ്റാൻ പറ്റും. നിർഭാഗ്യവശാൽ ആ കാലത്ത് നിന്ന് പലപ്പോഴും നമുക്ക് മുക്തി കിട്ടുന്നില്ല. മരിക്കുമ്പോഴും നമ്മൾ ഇഷ്ടമില്ലാത്തതിനെ തട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, ചെറുപ്പത്തിൽ പാവക്കയൊക്കെ വിളമ്പുമ്പോൾ, കയ്പക്ക കറി വിളമ്പുമ്പോൾ കുട്ടികളെന്നല്ലേ നമ്മൾ തട്ടിമാറ്റും, വേണ്ട. ഈ പ്രായത്തിൽ ഒരു നോയമ്പ് കാലത്ത് വളരെ ഭക്തനായ ഒരാളുടെ വീട്ടിൽ ഒരു ആദ്യ വെള്ളിയാഴ്ച ഭക്ഷണം കഴിക്കാനായിട്ട് പോകുമ്പോൾ ഈ പാവക്ക കൊണ്ട്, കയ്പക്ക കൊണ്ട് തന്നെ 6 തരം കറികളാണ്. കയ്പക്ക തോരൻ, കയ്പക്ക കൊണ്ടാട്ടൻ. ഇതിനൊക്കെ കറിയെന്ന് പേരിട്ടവരുടെ മുട്ടുകാലയിൽ ഓടിക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് കറിയെന്ന് വെച്ചാൽ ഒറ്റർത്ഥമേ ഉള്ളൂ, മീൻ കറി. ബാക്കിയൊന്നും നമ്മൾ കറിയായിട്ട് ഇന്നോളം എണ്ണിയിട്ടില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ കയ്പക്ക 1, കയ്പക്ക 2, കയ്പക്ക 3 ഒക്കെ എടുത്തറിയാൻ പറ്റുമോ? ചെയ്യാവുന്നൊരു കുഞ്ഞു കാര്യമുണ്ട്. ഒരുള്ള ചോറ് പിടിക്കുക, എന്നിട്ട് കയ്പക്ക 1 കൊത്തുക, 2 കൊത്തുക, എന്നിട്ട് യാക്കി കൊത്തിക്ക് ആനവരമ്പത്ത് കളിച്ച് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് വിഴുങ്ങിയില്ലെങ്കിൽ എനിക്ക് 50 വയസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ 50 വയസ്സുള്ള ആൺകുട്ടിയാണ്, പുരുഷനല്ല. നിർഭാഗ്യവശാൽ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഞാൻ ഉൾപ്പെടെ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം ഇതാണ്: പരിചയമുള്ള 100 പേരിൽ 99 പേരും മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. ബിഗ് ബോയ്സ് ആൻഡ് ബിഗ് ഗേൾസ്. നമ്മളിങ്ങനെ പുരുഷന്മാരോ സ്ത്രീകളോ ആകാതെ പ്രായമായി മരിച്ചു പോകുന്നു. ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മൾ പുരുഷന്മാരോ സ്ത്രീകളോ ആകാതെ പ്രായമായിട്ട് മരിച്ചു പോകുന്നു. എവിടെങ്കിലും വെച്ച് അവനവൻ്റെ ജീവിതാനുഭവങ്ങളെ കുലീനമായിട്ട് സ്വീകരിക്കുന്നിടത്ത് വെച്ചാണ് ഈ വളർച്ചയുടെ ഏറ്റവും കോണ്ടൻ ലീപ്പ് നടക്കണം. നിങ്ങളിങ്ങനെ പുരുഷനും സ്ത്രീയൊക്കെ ആയിട്ട് മാറുന്നത്. പിന്നെ 2 കുരിശുമായി ബന്ധപ്പെട്ട വിചാരങ്ങളാണ്. ഒന്നിങ്ങനെ കുറച്ചുകൂടി നമുക്ക് വിഷമം നൽകിയവർക്ക് വേണ്ടി ചിന്തിച്ചു തുടങ്ങുക. തിങ്ക് ഫേവറബിളി ഫോർ അതേഴ്സ്. അവർക്ക് അതിനെക്കുറിച്ച് കാര്യമായ ധാരണയില്ല. അത്രയും ഉലക്കുമെന്നറിഞ്ഞിരുന്നെങ്കിൽ അവരത് പറയത്തില്ലായിരുന്നു, ചെയ്യത്തില്ലായിരുന്നു. 2ാം പാഠം, അജ്ഞതയ്ക്ക് മാപ്പുണ്ട്. അജ്ഞതയ്ക്ക് മാപ്പ് കൊടുക്കുക. മാപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ ദൈവമാവുക. ആരാ ദൈവം എന്ന് പറയണത്? ഈ മാപ്പ് കൊടുത്ത മനുഷ്യ ദൈവം. അല്ലെങ്കിൽ മാപ്പ് കിട്ടുന്ന അനുഭവത്തിൻ്റെ പേരാണ് ദൈവാനുഭവം. ഒരു സഹോദരൻ വേറൊരു സഹോദരൻ മാപ്പ് കൊടുക്കുന്ന കഥ വേദപുസ്തകത്തിൽ കിടപ്പുണ്ടല്ലോ. ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും കഥ. അനുജൻ കുന്നുകയറി വരുമ്പോൾ ചേട്ടൻ താഴോട്ട് വന്നിട്ട് കുതിച്ചു വന്നിട്ട്
വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കാണുന്നതാണ് ചതിനായ അനുജനെ. കഴുത്തിലിങ്ങനെ കൈയിട്ടു. ആ കഴുത്തി വീണ കൈ ഇപ്പം മുറുകുന്നോർത്ത് അയാളിങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ആ കൈ അയഞ്ഞു. എന്നിട്ട് സഹോദരൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലിയവായി നിലവിളിക്കാൻ തുടങ്ങി. അതിനിടയിൽ അനുജൻ പറഞ്ഞ വാക്ക് വേദപുസ്തകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? ചേട്ടാ, ഇപ്പം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മുഖമാണ്. യു റിസംബിൾ ഗോഡ്, യു റിസംബിൾ ഗോഡ്. അപ്പം ഇങ്ങനെ മനുഷ്യർക്ക് വേണ്ടി ചിന്തിച്ചും മാപ്പ് കൊടുത്തും അവനവൻ്റെ ദൈവിക പരിണാമത്തിലേക്ക് ഒരു ചുവട് കൂടി വെക്കുക. മാപ്പ് കൊടുക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ദൈവമാകാൻ പറ്റും. അവിശ്വസ്ത കാണിച്ചൊരു പുരുഷൻ അത് തൻ്റെ സ്ത്രീയോട് പറയുമ്പോൾ അവളതിൽ തകർന്നു പോകുന്ന അയാൾക്ക് അറിയാം. എന്നിട്ടും പറഞ്ഞേ പറ്റൂ അയാൾക്ക്. എന്നിട്ട് കൊലയ്ക്ക് വിധിക്കപ്പെടാവുന്ന ഒരാളെ കണക്ക് തലവുനിച്ച് നിൽക്കുമ്പോൾ ഈ ചെറിയ പെൺകുട്ടികളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ മാപ്പ് നൽകിയില്ലെങ്കിൽ പിന്നെ ആരാ മാപ്പ് തരിക? ഈ ഭൂമിയിൽ വേറെ ആരാ മാപ്പ് തരാനുള്ളത്? അപ്പോൾ ആ ചെറിയ പെൺകുട്ടിക്ക് ദൈവത്തിൻ്റെ മുഖമാവുന്നു. ഒരു സിനിമയുടെ കഥയാണ്. പക്ഷെ സിനിമയാണെന്നല്ല തോന്നിയത്, വേദപുസ്തകം വായിക്കുന്നതാണൊക്കെ തോന്നിയത്. ഇപ്പം ആ ചെറിയ പെൺകുട്ടിക്ക് ദൈവത്തിൻ്റെ മുഖമാണ്. രണ്ടതാണ് ഇങ്ങനെ തിങ്ക് ഫേവറബിളി ഫോർ അതേഴ്സ് ആൻഡ് ഫോർഗീവ് ദം ആണ് എൻ്റെ ഒരു രണ്ടാമത്തെ ചുവട്. മൂന്നിങ്ങനെ അവനവൻ്റെ മുറിവുകളെ തിരുമുറിവുകളാക്കുക, നിൻ്റെ വാളിനെ കലപ്പയാക്കുക. എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെ വേദപുസ്തകമൊക്കെ പറയുന്ന കണക്ക് ചങ്കിലൂടെ ഒരു വാള്, ശമം മേരെടുത്ത് പറയുന്ന കണക്ക് നിൻ്റെ ഉള്ളിലൂടെ ഒരു വാള് കടന്നു പോകും. ആ വാളനുഭവത്തെ നിങ്ങൾക്ക് കലപ്പയാക്കാൻ പറ്റുമോ? മുറിവിനെ തിരുമുറിവാക്കാൻ പറ്റുമോ? ആണ് അന്വേഷണം. നാലാമതായിട്ട് ഇങ്ങനെ വേദനയെന്ന് പറയുന്നത് ഒരു ശരീര പ്രതിഭാസമായിട്ട് തിരിച്ചറിയുക. ശരീരത്തിൻ്റെ ഇഷ്യൂ, മനസ്സിൻ്റെ അല്ല. യു ആർ സഫറിങ് ഇൻ യുവർ ബോഡി. ശരീരം സഹിച്ചുകൊണ്ടിരിക്കണം. വിശപ്പ് പോവുകയും ഉറക്കം പോവുകയും കൂനി പിടിച്ചിരിക്കുകയും ഉന്മേഷമില്ലാതെ ജീവിക്കേണ്ടിയൊക്കെ വരിക. ഇപ്പോൾ ഒരു അർജൻസിക്ക് വേണ്ടി അത് പറയണം, പുറത്ത് കടന്നേ പറ്റൂ. 5, നമ്മുടെ അറിവുകൾ നമ്മളെ രക്ഷിക്കാത്തത് കൊണ്ട് നമ്മൾ കൃപയെന്ന് പറഞ്ഞൊരിടത്ത് ഈ കാര്യങ്ങളെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. തൻ്റെ ക്ഷതങ്ങളാൽ അവനിപ്പോഴും ഭൂമിയെ സൗഖ്യപ്പെടുത്തുന്നു. മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിത്തള സർപ്പം പോലെ ഉയർത്തപ്പെട്ടവൻ, അവന് നോക്കിയവർക്കൊക്കെ സൗഖ്യം കിട്ടും. അതെങ്ങനെയാണെന്ന് നമ്മൾ ലളിതമായിട്ടൊന്ന് വായിക്കുകയായിരുന്നു. സങ്കടങ്ങളുടെ ആകത്തുകയാണ് കുരിശ്, അല്ലെങ്കിൽ ക്രോസ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഹ്യൂമൻ പെയിൻ. മനുഷ്യ ദുഃഖങ്ങളുടെ സമുച്ചയമാണ് കുരിശ്. 2 തടിക്കഷ്ണമല്ലേ ഇത്? ദുഃഖങ്ങളെല്ലാം കൂടി ചേർത്ത് മെനഞ്ഞുണ്ടാക്കിയതാണ് കുരിശ്. എൻ്റെ സങ്കടത്തിൻ്റെ ആഴം അവൻ്റെ കുരിശുമരത്തിൽ കാണാനായിട്ട് പറ്റുമ്പോൾ, ഒന്ന് ഉറക്കെ കരയാൻ പറ്റുമ്പോൾ ഒരുപക്ഷെ ഞാനും സൗഖ്യപ്പെടുന്നിരിക്കും. മോശ ഉയർത്തിയ പിത്തള സർപ്പം പോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും, അവനെ നോക്കുന്നവരൊക്കെ സൗഖ്യപ്പെടും. ലഭിച്ച അനുഗ്രഹങ്ങളുടെ ഓർമ്മകൾ മാത്രം ഇങ്ങനെ കൊത്തിവെച്ചാൽ മതി, മറ്റുള്ളതൊക്കെ വിട്ടുകളയുക. അവസാനമായിട്ട് ഇത് കുറച്ചുകൂടി മുമ്പോട്ട് പോകാൻ ആവശ്യമുള്ളവർക്ക് വേണ്ടി ഒരു ചെറിയ വിചാരം കൂടി പറഞ്ഞു. അതിതാണ്, യേശുവിന് എന്നെ പിടുത്തം കിട്ടുന്നുള്ളതല്ല, എനിക്കിപ്പോൾ യേശുവിനെയും പിടുത്തം കിട്ടുന്നുണ്ട്. ചേട്ടൻ്റെ മകനെക്കുറിച്ച് ചെറിയ കാലത്ത് ചേട്ടനുണ്ടായിരുന്നൊരു പരാതി അതായിരുന്നു. അവന് 6, 7, 8 വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവനെയും കൊണ്ട് കടയിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഇവന് വേണ്ടി വാങ്ങിക്കഴിഞ്ഞെന്നാൽ ഉടനെ ഈ ചെറിയ കുട്ടി അപ്പൻ്റെ കൈത്തണ്ടേ പിടിക്കും. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ചെവി അടുപ്പിച്ചിട്ട് ചെവി ചോദിക്കും, ഇതിനൊക്കെ ഉള്ള കാശുണ്ടോ അപ്പാ? 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടിക്ക് അപ്പനാണ് ചക്രവർത്തി. അയാളുടെ കൈ കാശുണ്ടോ ഇല്ലെന്ന് ചിന്തിക്കേണ്ട ബാധ്യതയില്ല. പക്ഷെ അങ്ങനെ ഒരു കുട്ടി ചിന്തിക്കുന്ന ദിവസം തൊട്ട് ഈ കുട്ടി വലുതായി. ഇപ്പം എനിക്ക് അയാളെയും പിടുത്തം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൻ്റെ ഒരു ശൈലിയിൽ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളുടെ സങ്കടങ്ങൾ അവൻ്റെ രക്ഷാകരമായ പാനപാത്രത്തിലെ പങ്കുചേരല്ല. വൺ സിപ്പ്. വാഴ്ത്തിയ ചഷകം ഇപ്പം കയ്യിൽ കുർബാന കൊടുക്കുന്ന കണക്ക് തന്നെ ഒരു പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ ആ വാഴ്ത്തിയ ചഷകം സ്വയം പാനം ചെയ്യാനായിട്ട് അവകാശം വരുന്ന, അല്ലെങ്കിൽ സാധ്യതയുള്ളൊരു കുർബാന രീതിയെക്കുറിച്ച് വെറുതെ ഓർക്കുമ്പോൾ പിടുത്തം കിട്ടും. അപ്പോൾ ഈ വാഴ്ത്തിയ ചഷകം കയ്യിൽ തരുമ്പോൾ ആരെങ്കിലും ഒരാൾ ആ നിരയിൽ വന്നിട്ട് കുടിക്കാതെ അടുത്ത ആൾ കൈമാറുമോ? നിങ്ങളുടെ സങ്കടങ്ങൾ അവൻ്റെ രക്ഷാകരമായ പാനപാത്രത്തിലെ പങ്കുചേല. ഒരു സിപ്പ് മാത്രമാണ്, ഒരു സിപ്പ്. അതിനകത്ത് ഇത്രയും ഉലഞ്ഞു പോകരുത്.
തകർന്നു പോകരുത്.